വിദേശ രാജ്യങ്ങളിലേക്ക് കുടിയേറാനും ഉന്നത പഠനത്തിനും ജോലി വിസകൾക്കുമായി കാത്തിരിക്കുന്ന ലക്ഷക്കണക്കിന് മലയാളി കുടുംബങ്ങൾ ഉൾപ്പെടെയുള്ള ഇന്ത്യൻ അപേക്ഷകർക്ക് നിർണായകമായ ഒരു മാസമാണ് ആഗസ്റ്റ്. ലോകരാജ്യങ്ങൾ തങ്ങളുടെ ഇമിഗ്രേഷൻ നയങ്ങൾ കൂടുതൽ കർശനമാക്കുമ്പോൾ US, കാനഡ, UK, ഓസ്ട്രേലിയ തുടങ്ങിയ രാജ്യങ്ങളിലെ ഏറ്റവും പുതിയ മാറ്റങ്ങൾ എന്തൊക്കെയാണ്? ബിസിനസ് സ്റ്റാൻഡേർഡ് പുറത്തുവിട്ട ഏറ്റവും പുതിയ റിപ്പോർട്ടിന്റെ പശ്ചാത്തലത്തിൽ വിദേശ കുടിയേറ്റ രംഗത്തെ പുതിയ വാർത്തകളും മുൻകാല പശ്ചാത്തലവും സമഗ്രമായി വിശകലനം ചെയ്യാണ് ഇന്നത്തെ വീഡിയോയിൽ. ഏറ്റവും പ്രധാനപ്പെട്ട അപ്ഡേറ്റ് വരുന്നത് അമേരിക്കയിൽ നിന്നാണ്. തൊഴിലധിഷ്ഠിത ഗ്രീൻ കാർഡിനായി വർഷങ്ങളായി കാത്തിരിക്കുന്ന ഇന്ത്യൻ പ്രൊഫഷണലുകൾക്ക് ആഗസ്റ്റ് മാസത്തെ US വിസ ബുള്ളറ്റിൻ വലിയ തിരിച്ചടിയാണ് നൽകുന്നത്. US സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് പുറത്തുവിട്ട വിവരങ്ങൾ പ്രകാരം പ്രൊഫഷണലുകൾക്ക് ഏറെ പ്രധാനപ്പെട്ട EB2 വിസ കാറ്റഗറി ഈ സാമ്പത്തിക വർഷത്തിന്റെ ശേഷിക്കുന്ന കാലയളവിലേക്ക് പൂർണ്ണമായും ലഭ്യമായിരിക്കില്ല. അതായത് ഒക്ടോബർ 1 പുതിയ അമേരിക്കൻ സാമ്പത്തിക വർഷം ആരംഭിക്കുന്നതുവരെ EB2 കാറ്റഗറിയിൽ ഇനി പുതിയ ഗ്രീൻ കാർഡുകൾ അനുവദിക്കില്ല. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? അമേരിക്കൻ നിയമപ്രകാരം ഓരോ രാജ്യത്തിനും വാർഷിക വിസ ക്വാട്ടയ്ക്ക് പരിധിയുണ്ട്. നിലവിൽ അമേരിക്കയിലെ തൊഴിലധിഷ്ഠിത വിസ കാത്തിരിപ്പ് പട്ടികയിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്നത് ഇന്ത്യക്കാരാണ്. നിലവിലെ വാർഷിക ക്വാട്ട പൂർണ്ണമായും തീർന്നതിലാണ് ഈ താൽക്കാലിക നിരോധനം. ഇതിനു പുറമെ ഉന്നത പ്രതിഭകൾക്കുള്ള EB1 കാറ്റഗറിയും കടുത്ത ഭീഷണിയിലാണ്. നിലവിൽ ഇതിന്റെ ഫൈനൽ ആക്ഷൻ ഡേറ്റ് ഒക്ടോബർ 15 ആയിരുന്നു. എന്നാൽ അപേക്ഷകരുടെ എണ്ണം അമിതമായി കൂടിയതിനാൽ ഒക്ടോബറിന് മുമ്പ് ഇത് നിർത്തിവെക്കേണ്ടി വന്നേക്കാമെന്ന് US സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് മുന്നറിയിപ്പ് നൽകുന്നു. EB3 കാറ്റഗറിക്ക് മാറ്റമില്ലാതെ ജനുവരി 1 തന്നെ തുടരുകയാണ്. തൊഴിൽ വിസ വിഭാഗത്തിൽ തിരിച്ചടിയുണ്ടെങ്കിലും ഫാമിലി സ്പോൺസേഡ് കാറ്റഗറിയിൽ ചെറിയ ആശ്വാസ വാർത്തകളും വരുന്നുണ്ട്. US സ്ഥിരതാമസക്കാരുടെ പങ്കാളികൾക്കും പ്രായപൂർത്തിയാകാത്ത മക്കൾക്കുമുള്ള F2A കാറ്റഗറി ആഗസ്റ്റിൽ ഏകദേശം 19 മാസത്തോളം മുന്നോട്ട് പോയിട്ടുണ്ട്. US പൗരന്മാരുടെ വിവാഹിതരാകാത്ത മുതിർന്ന മക്കളുള്ള F1 കാറ്റഗറിയിലും പോസിറ്റീവ് വാർത്തകളാണ് പുറത്തു വരുന്നത്. അമേരിക്കയിലെ ജനപ്രിയ തൊഴിൽ വിസയായ H1B വ്യവസ്ഥകൾ കൂടുതൽ കർക്കശമാക്കാനും കുറഞ്ഞ വേതന പരിധി വർദ്ധിപ്പിക്കാനുമുള്ള നിർദ്ദേശങ്ങളും ചർച്ചയിലാണ്. കൂടാതെ വിദേശ വിദ്യാർത്ഥിയുടെ F1 വിസയിലെ ഡ്യൂറേഷൻ ഓഫ് സ്റ്റാറ്റസ് നിയന്ത്രണങ്ങൾ സെപ്റ്റംബറോടെ പ്രാബല്യത്തിൽ വരുമെന്നാണ് കരുതുന്നത്. ആഗസ്റ്റ് മാസത്തിൽ കാനഡയിൽ പ്രത്യേകിച്ച് പുതിയ നിയമങ്ങൾ പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിലും 2026 തുടക്കത്തിൽ കൊണ്ടുവന്ന കർശന നിയന്ത്രണങ്ങൾ ഇപ്പോഴും തുടരുകയാണ്. അന്താരാഷ്ട്ര വിദ്യാർത്ഥികളുടെ എണ്ണം പരിമിതപ്പെടുത്തിയതും സ്റ്റുഡന്റ് വിസയിൽ നിന്ന് പെർമനന്റ് റെസിഡൻസിയിലേക്കുള്ള വഴികൾ അടച്ചതും നിലനിൽക്കുകയാണ് ഇപ്പോഴും. എങ്കിലും പ്രൊവിൻഷ്യൽ നോമിനി പ്രോഗ്രാമുകൾ വഴി ചില മേഖലകളിലേക്ക് ആളുകളെ എടുക്കുന്നുണ്ട്. ഓസ്ട്രേലിയയിൽ ജൂലൈ അവസാനത്തോടെ നടപ്പിലാക്കിയ മിനിസ്റ്റീരിയൽ ഡയറക്ഷൻ 119 ഈ മാസത്തെ പ്രധാനപ്പെട്ട ചർച്ചാ വിഷയം. ഓസ്ട്രേലിയയിൽ നിലവിൽ താമസിക്കുന്ന അപേക്ഷകർക്കും രാജ്യത്തിന് അടിയന്തരമായി ആവശ്യമുള്ള ചില തൊഴിൽ മേഖലകൾക്കും വിസ പ്രോസസ്സിംഗിൽ മുൻഗണന നൽകാനാണ് ഈ നിയമം വ്യവസ്ഥ ചെയ്യുന്നത്. ഇത് ഇന്ത്യയിൽ നിന്ന് നേരിട്ട് അപേക്ഷിക്കുന്നവർക്ക് പ്രോസസ്സിംഗ് വൈകാൻ ഇടയാക്കും. UKയിലും പുതിയ മാറ്റങ്ങളൊന്നുമില്ലെങ്കിലും സ്കിൽഡ് വർക്കർ വിസയ്ക്കുള്ള മിനിമം ശമ്പള പരിധി വർദ്ധിപ്പിച്ചതും ഡിപെൻഡന്റ് വിസകൾക്ക് ഏർപ്പെടുത്തിയ വിലക്കുകളും ഇപ്പോഴും ഇന്ത്യൻ അപേക്ഷകരെ പ്രതികൂലമായി ബാധിക്കുന്നുണ്ട്. ജർമ്മനി തങ്ങളുടെ EUW കാർഡ് വഴി കൂടുതൽ IT, ഹെൽത്ത് കെയർ വിദഗ്ധരെ ആകർഷിക്കുന്നത് തുടരുകയാണ്. യൂറോപ്പിലേക്ക് യാത്ര ചെയ്യുന്നവർക്കാണ് ETIAS യാത്രാ അനുമതി പത്രം ഈ വർഷം അവസാനത്തോടെ പ്രാബല്യത്തിൽ വരും. UAEയിൽ യോഗ്യരായ ഇന്ത്യൻ പാസ്പോർട്ട് ഉടമകൾക്കുള്ള നിലവിലെ വിസ ഓൺ അറൈവൽ ആനുകൂല്യങ്ങളും മാറ്റമില്ലാതെ തുടരുന്നു. ചുരുക്കത്തിൽ 2026 ഓഗസ്റ്റ് മാസം ഇന്ത്യൻ അപേക്ഷകരെ സംബന്ധിച്ച് അല്പം കടുപ്പമേറിയതാണ്. വർദ്ധിച്ചു വരുന്ന അപേക്ഷകളുടെ എണ്ണവും വിദേശ രാജ്യങ്ങളിലെ മാറിക്കൊണ്ടിരിക്കുന്ന സാമ്പത്തിക രാഷ്ട്രീയ സാഹചര്യങ്ങളുമാണ് കുടിയേറ്റ നിയമങ്ങൾ ഇത്രത്തോളം കർശനമാക്കാൻ കാരണം. അപേക്ഷകർ ഇനി എന്താണ് ചെയ്യേണ്ടത്? US ഗ്രീൻ കാർഡിനായി കാത്തിരിക്കുന്നവർ ഒക്ടോബർ 1 ആരംഭിക്കുന്ന പുതിയ സാമ്പത്തിക വർഷത്തിലെ പുതിയ വിസ ക്വാട്ടയ്ക്കായി കാത്തിരിക്കേണ്ടി വരും. അപേക്ഷാ മുൻഗണനാ തീയതികൾ, അതായത് പ്രയോറിറ്റി ഡേറ്റ്സ് ഉള്ളവർ US US സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് ബുള്ളറ്റിനിൽ കൃത്യമായി നിരീക്ഷിക്കണം. കാനഡ, ഓസ്ട്രേലിയ, UK എന്നിവിടങ്ങളിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവർ കേവലം പഠന വിസകളെ മാത്രം ആശ്രയിക്കാതെ രാജ്യങ്ങൾക്ക് ആവശ്യമുള്ള ക്രിട്ടിക്കൽ സ്കിൽ വിഭാഗങ്ങളിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുക.